നാച്ചുറൽ ലൈറ്റിൽ വിത്ത് ആൻഡ് വിത്തൗട്ട് മേക്കപ്പിന്റെ ഡിഫറൻസ് ഉണ്ടോ? നാച്ചുറൽ ലൈറ്റിൽ മേക്കപ്പ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി എന്റെ ഒരു ഡസ്കി സ്കിൻ ടോണിൽ നാച്ചുറൽ ലൈറ്റിൽ മേക്കപ്പ് ഇട്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന്. സോ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സി, ഇതാണ് എന്റെ ബെയർ സ്കിൻ വിത്തൗട്ട് മേക്കപ്പ്. ഞാൻ ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഡാർക്ക് സർക്കിൾസും പിഗ്മെന്റേഷനും ഒക്കെ വിസിബിൾ ആണ്. ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഒരു ഓറഞ്ച് കളർ കറക്റ്റർ കൊണ്ട് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ്. എന്നിട്ട് അതിനുശേഷം എന്റെ സെയിം ഷെയ്ഡിൽ വരുന്ന ഒരു കൺസീലർ അപ്ലൈ ചെയ്യുക, പിന്നെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുക. ഇതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്റെ ഷെയ്ഡിനെക്കാട്ടിയും ഒരു ഷെയ്ഡ് ഡാർക്കർ ആയിട്ടുള്ള ഒരു കൺസീലർ കൊണ്ട് ഫസ്റ്റ് ഈ ഡാർക്ക് സർക്കിൾസും പിഗ്മെന്റേഷനും ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യും. അതിനുശേഷം ഡയറക്റ്റ് ആയിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യും. എനിക്ക് സെക്കൻഡ് മെത്തേഡാണ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് തോന്നിയത് ആൻഡ് കുറച്ചും കൂടെ കൺവീനിയന്റ് കൂടാണ്. കാരണം ഒരു ഓറഞ്ച് കറക്റ്റർ, പിന്നെ സെയിം ഷെയ്ഡിലെ കൺസീലർ, പിന്നെ ഫൗണ്ടേഷൻ, അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് ഇടണ്ട. അപ്പോൾ അത്ര ഹെവി ആവത്തുമില്ല. ജസ്റ്റ് ഒരു ഡാർക്കർ ഷെയ്ഡ് കൺസീലർ ആൻഡ് ഫൗണ്ടേഷൻ, ജസ്റ്റ് 2 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മേക്കപ്പ് ഒട്ടും ഹെവി ആയി തോന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഈ ഓറഞ്ച് കറക്റ്റർ കൊണ്ട് കറക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഫേസ് ചെയ്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് അത് കൺസീലർ എടുത്തിട്ടില്ലെങ്കിൽ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഇങ്ങനെ നിൽക്കാൻ ചാൻസ് ഉണ്ട് ഫേസിൽ. സോ അപ്പൊ ഇതുപോലെ ഡാർക്ക് കളർ കൺസീലിംഗ് ഷെയ്ഡ് വെച്ച് കൺസീൽ ചെയ്യുക, ദെൻ ഫൗണ്ടേഷൻ. ഇതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡായിട്ട് എനിക്ക് തോന്നിയത്. ആൻഡ് നമ്മൾ ഈ കൺസീൽ ചെയ്യുന്ന പോർഷൻ മാത്രം ഒന്ന് സെറ്റ് ചെയ്യാൻ മറക്കണ്ട. ഒരു കോമ്പാക്ട് പൗഡറോ സെറ്റിംഗ് പൗഡറോ കൊണ്ട് ആ പോർഷൻ മാത്രം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ നമ്മുടെ ബേസ് മേക്കപ്പ് ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഫേസ് കാണാനായിട്ടുള്ളത്. ഫേസ് ഫുള്ള് ഒരു കളറായിട്ടിരിക്കും. ഇതിലിനി നമ്മുടെ ഫേസിന് ഒരു ഷേപ്പ് കൊടുക്കാനും നല്ലൊരു കളർ കൊടുക്കാനും ഒക്കെയാണ് നമ്മൾ കോൺടോർ, ബ്ലഷ്, പിന്നെ ഐ ഷാഡോ, ഇങ്ങനെ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. സോ അപ്പൊ ഞാൻ അങ്ങനെ കുറച്ച് കളറൊക്കെ ആഡ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സോ ദിസ് ഇസ് ദി ഫൈനൽ ലുക്ക്. ഡസ്കി സ്കിൻ ടോണില് നാച്ചുറൽ ലൈറ്റില് മേക്കപ്പ് എങ്ങനെ ആയിരിക്കും കാണാൻ? എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടെ പറയാ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.